മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയൽ. ക്ലൈമാക്സിനോട് എടുക്കുക ഇനി 3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഇന്നത്തെ എപ്പിസോഡ് അവസരിച്ച് ശങ്കരമാമ നമ്മുടെ ബാലനോട് ശിവനോടുമായിട്ട് ദേവിയും ബാലനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതായത് അപ്പുവിൽ നിന്നും ദേവിക്ക് നേർക്കേണ്ടി വന്ന ഏറ്റവും വലിയ വേദന ഇത് ദേവൂട്ടി അകറ്റിയത് എന്തൊക്കെയാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഹരി. അതാണ് ദേവിയെ ഏറ്റവും കൂടുതൽ തളർത്തിയിട്ടുണ്ടായിരിക്കുക. അതൊരു പക്ഷേ ബാലനും അത് വലിയൊരു വിഷമമായിട്ട് തോന്നിക്കാണും. കാരണം അത് അപ്പു ദേവമോളെ പ്രസവിച്ചെന്ന് മാത്രമേ ഉള്ളൂ, വളർത്തിയതും അവൾ ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് കാരണക്കാരിയും ദേവിയാണെന്ന് മറക്കരുതായത്. എന്തൊക്കെയാണ് ദേവിയോട് നിങ്ങൾ ചെയ്ത് ഇച്ചിരി അതിര് വിട്ടു പോയിട്ടുണ്ട്. അത്രയ്ക്കും വിഷമം തട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ രണ്ടുപേരും വീട് വിട്ട് ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. ഒരു കണക്കിന് നോക്കുകയാണ് അതിന് കാരണക്കാരൻ നീ തന്നെയാണ് ഹരിയെന്ന് ശങ്കരമാമ പറയുന്നുണ്ട്. ഞാൻ എന്ത് കാണിച്ചിട്ടാന്ന് ഹരി ചോദിക്കുമ്പോൾ ശങ്കരമാമ പറയുന്നുണ്ട്, നിന്റെ ഈ ഉത്തരവില്ലായ്മ തന്നെയാണ് അതിന് കാരണം. അപ്പു നിനക്ക് നല്ലൊരു ജോലി വാങ്ങിച്ചു തന്നല്ലേ, പക്ഷെ നീ അതിനൊന്നും പോകാതെ നീ അതിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു മാറി തന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് സുരക്ഷിതമില്ല എന്ന് അവിടെ തോന്നിയത് കൊണ്ട് തന്നെ അവൾ അമരാവതിയിലോട്ട് ഒരിക്കലും പോകരുതെന്ന് കരുതി ആ ഒരു വീട്ടിലോട്ട് ഒരു ദേവമോളെ കൂട്ടിക്കൊണ്ട് പോകാൻ ഒരുങ്ങിയത്. അങ്ങനെ നോക്കുമ്പോൾ നീ ഒരു കാരണക്കാരനെന്ന് പറയാണ്. ഇത് കേട്ട് നമ്മുടെ ഹരിക്ക് ആകെ സങ്കടം സഹിക്കാൻ പറ്റാതെ പൊട്ടിക്കരയാണ്. ഹരി എന്നിട്ട് ശിവനോടിട്ട് പറയാണ്, ഒരു കണക്കിൽ നോക്കുകയാണെങ്കിൽ ഹരി ഞാൻ തന്നെയാണ് തെറ്റുകാരൻ. ഞാനന്ന് അപ്പു പറയുന്ന പോലെ ഞാൻ ആ ജോലിക്ക് പോയിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഈ ഒരു കുടുംബത്തിൽ സംഭവിക്കത്തില്ലായിരുന്നതാന്ന് പറഞ്ഞ് നമ്മുടെ ശിവന്റെ തോളിലോട്ട് ചാരിയുന്ന നമ്മുടെ ഹരിയാണ് പൊട്ടിക്കരയായിരുന്നു. അപ്പം ഹരി പറയുന്നുണ്ട്, കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും വരുന്നത് ശങ്കരമാമൻ, ഇനിയിപ്പോൾ നമുക്ക് അവരെ കണ്ടെത്താനുള്ള വഴി നോക്കണമെന്ന് പറയുമ്പോൾ അവരിപ്പോൾ രണ്ടുപേരും ഫോൺ വീട്ടിൽ വെച്ചിട്ടല്ലേ പോയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെ ഒരിക്കലും ആരും അന്വേഷിക്കരുത് കണ്ടെത്തരുതെന്നുള്ള തീരുമാനം കൊണ്ടാണല്ലോ അവരങ്ങനെ ചെയ്തത്. ശങ്കരമാമ ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട്, എന്നും പറയും നമുക്ക് അവരെ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമോ, നമുക്ക് കണ്ടെത്തേണ്ടതെന്ന് പറയുമ്പോൾ 2 ദിവസം കൂടെ നമുക്ക് അന്വേഷിക്കാം, എന്നിട്ടും അവരെ കണ്ടുകിട്ടിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നോക്കാം, അതുപോലെ തന്നെ പത്രത്തിൽ ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ടുള്ളൊരു പരസ്യമൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞ് ശങ്കരമാമ ഉപദേശം കൊടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം തറവ് വീടാട്ടോ. സ്വാതന്ത്ര്യം വീട്ടിലാണെങ്കിൽ അപ്പു അഞ്ചും കൂടെ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പു വന്നിട്ട് അഞ്ചുവാണ് അപ്പുവിനോട് ചോദിക്കുന്നുണ്ട്, അഞ്ചു ഇതുവരെ ശിവേട്ടൻ്റെയോ ഹരിയേട്ടൻ്റെയോ യാതൊരു വിവരവും അവരിതുവരെ ഒരു ഫോൺ പോലും വിളിച്ചിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അപ്പു പറയുന്നുണ്ട്, അവരെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിക്കാണായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഒരു കണക്കിന് എന്തായാലും ദൈവമോളെ സ്കൂളിൽ പറഞ്ഞു വിട്ട് നന്നായി, ഇല്ലെങ്കിൽ അച്ഛനും അമ്മേനെയും കാണണമെന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ച് കരഞ്ഞേനെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയത്താട്ടോ നമ്മുടെ ജയന്തിയടുത്ത് പതിവില്ലാതെ അങ്ങോട്ട് കയറി വരുന്നത്. ജയന്തിയടുത്തിയാണെങ്കിൽ ഓടിക്കതച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ അപ്പു പറയുന്നുണ്ട് അഞ്ജുവിനോട്, ജയന്തിയടുത്ത് എന്തോ അറിഞ്ഞിട്ടുള്ള വരവെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജയന്തിയടുത്ത് വന്ന് നേരെ ഉമ്മറത്തോട്ട് ഇരുന്നിട്ട് ചോദിക്കേണ്ടത്, എൻ്റെ അഞ്ജു ഞാൻ ഈ കേട്ടത് സത്യമാണോ, ബാലേട്ടനും ദേവി എന്തോ ഒരു കത്തൊക്കെ എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്, ഞാൻ അറിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ജയന്തിയടുത്തിയോട് ആരാ ഇത് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാനിത് എന്നോട് സാവിത്രി അപ്പം വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ പിന്നെ സാവിത്രി ആണെങ്കിൽ അവിടെ കരച്ചിലും ബഹളവും ഒക്കെ, ശിവനും ഹരിയൊക്കെ അവിടെ വന്നിട്ടാണ് പോയെന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണെന്ന് പറയുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ് എല്ലാത്തിനും കാരണക്കാരൻ അവനൊരുത്തിന് ആ കണ്ണൻ, അവൻ എന്ത് ചെയ്യും, അവൻ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചെന്ന് കഴിയുമോ, അവനും അവരെ അന്വേഷിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയിക്കോന്ന് പറയുന്നത്. അവൻ എന്നിട്ട് അവരെ അന്വേഷിക്കാൻ പോകുന്നു. അവൻ വന്ന് ഈ വീതമെല്ലാം ചോദിച്ചാൽ അവർ ഈ സ്വത്ത് ബോംബ് വെക്കണമെന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ ഇത്രയും വലിയ പ്രശ്നത്തിലോട്ടാക്കിയത്, അല്ലെങ്കിൽ അവർ വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ കാരണം അവനെ എങ്ങനെ ദേവി നോക്കി, സ്വന്തം മകനെ പോലെ നോക്കി, ആ ദേവിയോട് എങ്ങനെ അവനിങ്ങനെയൊക്കെ പെരുമാറാൻ നോക്കിയാൽ അവൻ ഈ സ്വത്തൊന്നും ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകുമായിരുന്നു, അവനെ ആദ്യം ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ജയന്തി അപ്പച്ചി ആണെങ്കിൽ ഭയങ്കരമായിട്ട് കണ്ണനെക്കുറിച്ച് അങ്ങ് നെഗറ്റീവ് പറയാം കേട്ടോ. അപ്പോൾ അപ്പു പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ജയന്തിയെടുത്ത് ഇതൊന്നും അല്ലല്ലോ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞത്, ഞാൻ എന്താ പറഞ്ഞത് അപ്പു എന്ന് ചോദിക്കുമ്പോൾ എന്നോട് വന്ന് പറഞ്ഞില്ല, കണ്ണൻ ഒരു ആൺകുട്ടിയാണ്, കണ്ണൻ ചുണക്കുട്ടിയാണ്, അവന് വേണ്ട അവകാശങ്ങളൊക്കെ ബാലേട്ടൻ്റെ മുഖത്ത് നോക്കി ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട്. നീയും ഹരിയോട് പറഞ്ഞ് അതുപോലെ ചെയ്യണം, ചുമ്മാ ഹരിനെ ശിവനെ പോലെ ചുമ്മാ ബാലേട്ടാന്ന് വിളിച്ച് പുറകെ നടന്നിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ പെരുവഴിയിലാകും എന്നൊക്കെയല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ അഞ്ചു പറയുന്നുണ്ട്, ഓഹോ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇരുത്തിയിൽ എണ്ണ ഒഴിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം, ഒരുപക്ഷെ കണ്ണൻ്റെ മനസ്സിലോട്ട് ഈ ഒരു വൃത്തിയായിട്ട് സ്വഭാവം അല്ലെങ്കിൽ സ്വത്ത് ബാമ്പ് വെക്കണം എന്നുള്ള കാര്യം കുത്തിക്കയറ്റി വിട്ടത് നിങ്ങളല്ലേന്ന് അഞ്ചു ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ജയന്തിയെപ്പറ്റി പറയട്ടെ, എൻ്റെ പൊന്നഞ്ചു നീ ഇങ്ങനെ ഒന്നും പറയരുതേ, എൻ്റെ മഹാദേവനാണ്, ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യമൊന്നും നീ എൻ്റെ തലയിൽ കയറ്റി വെക്കരുതെന്ന് പറയും. പിന്നെ കുറേ നല്ലവുള്ള ചമയം നോക്കട്ടെ നമ്മുടെ ജയന്തി, എൻ്റെ പൊന്നഞ്ചു ഞാൻ ആകെ ഇത്രയും മാത്രമേ കണ്ണനോട് പറഞ്ഞിട്ടുള്ളൂ, ഒരു കമ്പനിയൊക്കെ അവൻ തുടങ്ങാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയും, എടാ നിനക്ക് നിൻ്റെ ബാലേട്ടനോട് ചോദിച്ചാൽ പോലെ ബാലേട്ടൻ്റെ പൈസയൊക്കെ കാണുമല്ലോ, ബാലേട്ടൻ തരുമല്ലോ എന്ന് പറഞ്ഞതുള്ളൂ, അല്ലാതെ അവൻ ഈ കമ്പനി തുടങ്ങാൻ വേണ്ടി 10-15 ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്നത് ഞാൻ അറിഞ്ഞു, അങ്ങനെ ചോദിച്ചതെങ്കിൽ ഞാൻ പറയുകയായിരുന്നു, ബാലേട്ടൻ്റെ അത്രയും പൈസയൊന്നുമില്ല, ഞാൻ അവനെ കൊണ്ട് പിന്തിരിപ്പിക്കത്തേ ഉള്ളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പു പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലിപ്പൊക്കെ എന്താണെന്ന് ഞങ്ങൾക്കറിയാം, വെറുതെ നിങ്ങൾ കിടന്ന് ഉരുളണ്ട, നിങ്ങൾ പറയുന്ന കാര്യമൊക്കെ എന്താണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയുമ്പോൾ
നമ്മുടെ ജയന്തി പറയുന്നുണ്ട്, എൻ്റെ പൊന്നപ്പു നീ ഇങ്ങനെ എന്നെ കുത്തി നോക്കിയല്ലേ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, ഞാനൊരു പാവ, ഞാൻ കണ്ണനോട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, അവന് ഒരു കമ്പനിയൊക്കെ തുടങ്ങണം, ഉത്തരവാദിത്വമൊക്കെ വരണല്ലോ എന്ന് ഓർത്ത് പറഞ്ഞപ്പോൾ ഞാൻ അവനെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ കഴുകി മാറാൻ നോക്കുന്നത് ജയന്തി ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് കൈ കഴുകി ഒഴുകുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ജയന്തി പറയാം കേട്ടോ, ഇനിയിപ്പോൾ അവർ താൽക്കാലത്തിന് കുറച്ച് ദിവസത്തേന് ഈ മനോവിഷമം കാരണം ഒന്ന് മാറി നിൽക്കണം എന്ന് കരുതി പോയതായിരിക്കും, 1-2 ആഴ്ച കഴിയുമ്പോൾ അവർ തിരിച്ചു വരുമായിരിക്കും. പിന്നെ അവർ പോയതിൽ കണ്ണനെ മാത്രം കുറ്റം പറയാൻ പറ്റുമല്ലോ, അപ്പൂവിനും ഉണ്ടല്ലോ പങ്ക്, അപ്പവും അവരെ നല്ലപോലെ തന്നെ ദ്രോഹിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ അപ്പവും വല്ലാണ്ട് വിഷമിച്ചിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ജയന്തി അപ്പുവിനോട് പറയാം കേട്ടോ, നീ ദേവൂട്ടിയെ ദേവിയിൽ നിന്നും അകറ്റിയില്ല, അത് തന്നെ ഇതിന് അത്രയും കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ച് പറയുന്നുണ്ട്, അതിനൊരു കാരണക്കാരി ജയന്തി അപ്പച്ചയും കൂടെ അല്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിത് കാണിച്ചെന്ന് ചോദിക്കുമ്പോൾ ഒരു അപ്പു ആണെങ്കിൽ അവൾക്ക് കുഞ്ഞുണ്ടായപ്പോൾ തൊട്ട് ദേവി അടുത്തേക്കൊട്ടിൻ്റെ അമ്മയെന്ന് വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞ നാൾ തൊട്ട് ജയന്തി അടുത്ത് അപ്പുവിൻ്റെ പുറകെ കടന്ന് പറയുകയായിരുന്നു അതിനെതിരായിട്ട്. അപ്പോൾ അതിന് കാരണക്കാരി ജയന്തി അപ്പച്ചല്ലെന്ന് പറയുമ്പോൾ ഞാൻ ഇവളോട് ഓരോ തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒരു തവണ പോലും അത് വക വെച്ചിട്ട് പോലില്ല, എന്നോട് തട്ടിക്കേറിയിട്ട് മാത്രമേ ഉള്ളൂ, പിന്നെ ഞാനിങ്ങനെ കാരണക്കാരനാണ്. ഇപ്പം ഈ വീട് പോലും ഇട്ട് ഇറങ്ങേണ്ട അവസ്ഥ വരുമെന്ന് കണ്ടപ്പോഴേ സ്വന്തം കുഞ്ഞിനെക്കുറിച്ചും സ്വന്തം ഭാവിയെക്കുറിച്ചും അവൾ ആലോചിച്ചതെന്ന് പറയുകയാണ്. അതിനിപ്പോൾ നിങ്ങൾ എന്നെ കുറ്റം പറയേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഞ്ചും അപ്പു അന്നേരം ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല നിൽക്കോട്ടെ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ജയന്തി ചോദിക്കുകയാണ്, ദേവ്മോൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ദേവ്മോളെ സ്കൂളിൽ പറഞ്ഞു വിട്ടെന്ന് അപ്പു പറയുന്നുണ്ട്. ദേവ്മോളെ സ്കൂളിൽ പറഞ്ഞു വിട്ടെന്നോ, ബാലേട്ടനെയും ദേവിയേട്ടനെയും കാണുന്നില്ല എന്ന് അറിഞ്ഞിട്ടും അവളെ സ്കൂളിൽ പറഞ്ഞു വിട്ടോന്ന് ചോദിക്കുമ്പോൾ അപ്പു പറയുന്നുണ്ട്, പിന്നെ അവളോട് ഇവിടെ ഇരുന്നിട്ട് അമ്മ എന്തെന്ന് ചോദിച്ച് കരയുന്ന കേൾപ്പിക്കാനാണെന്ന് പറയുമ്പോൾ ജയന്തി ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ജയന്തി പറയുന്നുണ്ട്, അവർ ചിലപ്പോൾ 2 ദിവസത്തേക്ക് കൂടെ ഒന്നും ബാലേട്ടനും ദേവിക്കൊന്നും ഈ ഒരു കുടുംബത്തിൽ നിന്ന് മാറിയിക്കാൻ പറ്റത്തില്ലെന്നും അവരെന്നാളും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയുകയാണ് ജയന്തി. ഇച്ചിരി നല്ലപോലെയൊക്കെ പറയുന്നുണ്ട്, നല്ല മൈൻഡോടെയൊക്കെ പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ അപ്പു പറയുന്നത്, ഞങ്ങളുടെ പ്രാർത്ഥന അതൊക്കെ തന്നെയാണ്, പക്ഷേ ഈ കത്ത് കാണുന്നതാണ് ഞങ്ങളുടെ പേടി എന്ന് പറയുന്നത്. കത്തോന്ന് ചോദിച്ച് നമ്മുടെ ജയന്തി ആ ഒരു കത്ത് വായിച്ചു നോക്കുകയാണ്. എന്നിട്ട് പറയുവാണ്, കത്ത് വായിച്ചതിന് ശേഷം ജയന്തി പറയട്ടോ, ഇത് വെറും കത്തല്ല, ഇതൊരു ആത്മഹത്യക്കുറിപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് കേട്ടോ നമ്മുടെ അപ്പുവാണ് പൊട്ടിത്തെറിച്ചോണ്ട് പറയാം, നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാല്ല, നിങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി വന്ന് നിൽക്കണം, ഞങ്ങൾ ഒന്നാമത് നെഞ്ച് കത്തിയാൽ നിൽക്കുന്നത്. അപ്പോൾ അഞ്ചും പറയുന്നത്, നിങ്ങൾ എല്ലാവരും എന്ത് പറഞ്ഞാലും ഇങ്ങനത്തെ ദുഷിച്ച വർത്താനം മാത്രമേ നിങ്ങൾ പറയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ജയന്തി വീണ്ടും പൊട്ടിത്തെറിക്കട്ടെ, നീ എന്തിനാ എന്നോട് പൊട്ടിത്തെറിക്കുന്നതെന്ന് അഞ്ജുവിനോട് ചോദിക്കണം. ഞാനൊരു എൻ്റെ മനസ്സിൽ തോന്നി സത്യം പറഞ്ഞതേ ഉള്ളൂ, അതിന് നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്. അങ്ങനെ അങ്ങനെ ജയന്തിയോട് അപ്പവും അഞ്ചും കൂടെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താട്ടോ നമ്മുടെ ഹരിയും ശിവനോടും തിരിച്ചു വരുന്നത്. എവിടെയും പോയിട്ട് അവരെ അന്വേഷിച്ചിട്ട് കണ്ടു കിട്ടാത്ത വിഷമത്തിലാട്ടോ ഹരിയും ശിവനും തിരിച്ച് സാന്ത്വനത്തിലോട്ട് വരുന്നത്. അഞ്ചു വന്നിട്ട് ശിവനോട് ചോദിക്കട്ടെ, ശിവേട്ട എന്തായി, അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അഞ്ചു, ഞാൻ ആദ്യം പോയത് അമ്പലത്തിലോട്ടാണ്, അവിടെ അന്വേഷിച്ചപ്പോൾ ഇന്ന് അവരവിടെ ഇങ്ങോട്ട് ചെന്നിട്ടില്ല, പക്ഷേ ഇന്നലെ അവിടെ ചെന്നിട്ട് 1 വർഷത്തേക്കുള്ള നമ്മുടെ പേരിലുള്ള വഴിപാടുകളും പൂജകളും എല്ലാം നടത്തിയിട്ടാണ്. അതായത് ഇന്നലെ അമ്പലത്തിലോട്ട് ചെന്ന് നമ്മുടെ എല്ലാവരുടെയും പേരും നാളും പറഞ്ഞ് 1 വർഷത്തേക്കുള്ള അർച്ചനയ്ക്കും വഴിപാടിനുള്ള പൈസ എല്ലാം കൊടുത്തിട്ടാണ് പോയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ പറയേണ്ട പരിചയത്തിലുള്ള കുറേ ആൾക്കാരോട് അന്വേഷിച്ചു, പക്ഷെ അവർക്ക് ആർക്കും തന്നെ ഒരു വിവരമില്ലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹരിയും പറയുന്നുണ്ട്, ഞാനും പലയിടത്തും പോയി, ബസ് സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും എല്ലായിടത്തും പോയി, പക്ഷേ ആരിന്നും ഒരു വിവരം അറിയാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുക കേട്ടോ അവർ. എന്നിട്ട് നമ്മുടെ ഹരി പറയുന്നുണ്ട്, ജയന്തി സേതുവേട്ടൻ്റെ നമ്പറും തരാമോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജയന്തി പറയുന്നുണ്ട്, ഞാൻ സേതുവേട്ടനെ വിളിച്ച് വിവരമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ അമ്പലത്തിലും ബസ് സ്റ്റാൻഡിലൊന്നും അന്വേഷിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ ജയന്തി പറയാണ്. കാരണം ഇനി ചത്തോ ജീവനോടുണ്ടോന്ന് പോലീസുകാർ കണ്ടുപിടിച്ചോളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ശിവനും ഹരിയും കൂടെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കോട്ടോ, നിങ്ങളുടെ ഉപദേശമൊക്കെ മതി, നിങ്ങൾ മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളം പറയണം. അങ്ങനെ രണ്ടുപേരും ദേഷ്യപ്പെട്ട് ജയന്തിയെ പുറത്താക്കാൻ നോക്കും. ജയന്തി വരുന്നത്, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല ശിവ പറഞ്ഞത്, ഈ പോലീസുകാരാകുമ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടല്ലോ, അപ്പോൾ അവരാകുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതേ ഉള്ളെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വന്ന് നോക്കുക. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് അവിടെ ശിവനാണെങ്കിൽ ജയന്തിനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അതിനുശേഷം അവനെന്തി കണ്ണൻ എന്തെങ്കിലും ചോദിച്ച് കഴുതുള്ളായിരുന്നു ശിവൻ. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഹരിയാണെങ്കിൽ അതായത് പൂജാമുറി ഇന്ന് കണ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണനെ അങ്ങോട്ട് കരുതിയിട്ട്, ഹരിയേട്ടാ ഞാൻ ഇങ്ങനെയൊന്നും ആകുമെന്ന് കരുതി ഞാനൊന്നും ചെയ്തതല്ല, എന്നോട് പൊറുക്കണ ഹരിയേട്ടാ, എൻ്റെ കമ്പനി തുടങ്ങണം എന്നുള്ള അത്യാഗ്രഹം കൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്തത്. ദേവൂട്ടിയോട് പോലും ഞാൻ ചെയ്ത് വലിയ തെറ്റായിപ്പോയി, അവളെ കരയിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണല്ലോ ഈശ്വര എൻ്റെ ബാലേട്ടനും ദേവിയേട്ടനും പോയത്, അവർക്കൊരു ആപത്തും ഉണ്ടായത്, ഞാൻ ഇനി ആരെയും വിഷമിപ്പിക്കുന്ന രീതി ഞാൻ ഒന്നും പറയത്തും പ്രവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണൻ
പൊട്ടിക്കരയുന്നുണ്ട്. അപ്പം ശിവനും ഹരി പറയുന്നത് സാരമില്ലടാ, ഞാനും നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു, എൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ശിവൻ അങ്ങോട്ട് കയറി വരികയാണ്. ശിവേട്ട എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണനയുടെ മാപ്പ് പറയുന്നതാണ്. അപ്പം നമ്മുടെ ശിവൻ പൊട്ടിത്തെറിക്കും കേട്ടോ, നീ എന്നോട് മാപ്പ് പറഞ്ഞിട്ട് കാര്യമിടാ, നിന്നോട് ക്ഷമിക്കാൻ എനിക്കാവത്തില്ല. അപ്പം ഹരിയേട്ടനാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്, പറയുന്നുണ്ട് ശിവ അവൻ്റെ അറിവില്ലാത്തതുകൊണ്ട് സംഭവിച്ചല്ലേടാ പോട്ടെ എന്ന് പറയുമ്പോൾ അവൻ്റെ അറിവില്ലായ്മ കൊണ്ടൊന്നും അല്ല ഹരിയേട്ട ഇതൊക്കെ സംഭവിച്ചത്, അവനെല്ലാം വ്യക്തമായിട്ട് അറിവോടും പ്ലാനിങ്ങോടും കൂടെ തന്നെ വന്നിട്ട് തന്നെ അവനിതെല്ലാം പറഞ്ഞ് അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര വിഷമമായതും അവരിറങ്ങിപ്പോയെന്ന് പറഞ്ഞ് നമ്മുടെ ശിവനാണെങ്കിൽ കണ്ണനോട് പൊട്ടിത്തെറിക്കുമായിരുന്നു. ഇപ്പൊ ഇവൻ ചെയ്തതിനും കൂടി നമ്മളും കൂടെ അനുഭവിക്കേണ്ടി വന്ന അവസ്ഥ കണ്ടിട്ട് ഹരിയേട്ട ഇവനോട് എനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റിയാലെന്ന് പറയണം. എന്തൊക്കെയാണെന്നാലും നമ്മൾ ബാലേട്ടനെയും ദേവിയേട്ടനെയും കണ്ടെത്തും എന്നും പറഞ്ഞ് നമ്മുടെ ശിവനാണെങ്കിൽ പുറത്തോട്ട് പോകാറുണ്ട്. ഈ ഒരു സമയം നമ്മുടെ കണ്ണനാണെങ്കിൽ കൃഷ്ണന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ശിവൻ അഞ്ജുവിൻ്റെ അടുത്ത് റൂമിലോട്ട് വരുമ്പോൾ അഞ്ജു അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നീ എന്താ അഞ്ജു കരഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അഞ്ജു പറഞ്ഞിട്ട് ഞാൻ ദേവിയത്തെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്ന അവരിത് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പോകണമെന്ന് നേരത്തെ തന്നെ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് പറയുകയാണ്. അപ്പോൾ ശിവനും പറയുന്നത് ശരിയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു ടൂരെ കയറി വന്നതും എന്നോട് ആ ഒരു കസേര ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം ബാലേട്ടനോട് കടയുടെ പേരിൽ എന്തെങ്കിലും ബാധ്യതകളുണ്ടോന്നും കുഞ്ഞുങ്ങളുണ്ടാകാൻ പോകുക കരുതൽ വേണമെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നേരത്തെ പ്ലാൻ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഹരിയേട്ടനോടും അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹരിയേട്ടനെ പിടിച്ച് കടയുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. കടം കിട്ടാനുള്ളവരെയും കൊടുക്കാനുള്ളവരെയൊക്കെ കണക്കൊക്കെ കൂട്ടി കുറച്ച് എഴുതിയിട്ട് ഓഡിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശത്തിലാണ് ഹരിയേട്ടനെ ഏൽപ്പിച്ചതെന്ന് പറയുമ്പോൾ അഞ്ജു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരിയേട്ടൻ ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ ഹരിയേട്ടൻ ചോദിച്ചപ്പോൾ ബാലേട്ടനെ കട എന്നിട്ട് കുറച്ച് തുമ്മലൊക്കെയാണ്, അലർജി ആയതുകൊണ്ട് കുറച്ച് ദിവസം കടയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാ നീ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറഞ്ഞ് ഹരിയേട്ടനെ കടയുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചെന്ന് പറയുന്നു. അപ്പോൾ അഞ്ജു ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഹരിയേട്ടൻ എന്ത് പറഞ്ഞു ശിവേട്ട അവരുടെ കാര്യം അന്വേഷിക്കേണ്ടതെന്ന് പറയുമ്പോൾ നാളെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അഞ്ജു ചോദിക്കുന്നുണ്ട് അതൊക്കെ നാട്ടുകാരറിഞ്ഞാൽ നാണക്കേടാവില്ലേ ശിവേട്ട എന്ന് പറയുന്നു. അപ്പോൾ അഞ്ജു ഇങ്ങനെ ഓരോ കാര്യങ്ങളിട്ട് പറയാം കേട്ടോ, കാരണം നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ ഈ നാട്ടിലെ ശ്രീരാമനും അനിയന്മാരെ പോലെയാണ് നിങ്ങൾ നടക്കണേ. അങ്ങനെയുള്ള ഈ ഒരു വീട്ടിൽ നിന്ന് ബാലേട്ടനും ദേവിയേട്ടത്തി ഇറങ്ങിപ്പോയെന്ന് നാട്ടുകാർ അറിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് അഞ്ജു നമ്മളിപ്പോൾ നാട്ടുകാരെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നമ്മുടെ ബാലേട്ടനെയും ദേവിയേട്ടത്തെയും കുറിച്ചാണ്. അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനെക്കുറിച്ച് നമുക്കൊരു നാണക്കേടും വിചാരിക്കേണ്ട, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാം. എന്തൊക്കെയാണോ എനിക്ക് ഇപ്പോഴും ഓരോന്ന് ആലോചിക്കുമ്പോൾ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നത് നമ്മുടെ അഞ്ജു പറയുന്നു. ഇവരിതിനെക്കുറിച്ച് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഒന്ന് അത്താഴത്തിൽ ഇരുന്നപ്പോൾ തന്നെ അപ്പുവിനെയും ഹരിയേട്ടനെയൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് വന്ന് എല്ലാവരും അവസാനമായിട്ട് ഒന്നിച്ചിരുന്ന് ഒരു സന്തോഷത്തോടെ ഒരു അത്താഴം കഴിക്കാൻ വേണ്ടിയാണ്. അത് കഴിച്ചിട്ട് ഇറങ്ങണമെന്ന് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലെയാണ് കടയിൽ വന്നതും. അതുപോലെ തന്നെ എന്നോട് എൻ്റെ 7ാം മാസത്തിൽ വീട്ടിലോട്ട് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നെ ദേവിയെടുത്ത് നോക്കിയാൽ മതി പറഞ്ഞപ്പോൾ അത് വേണ്ടെന്നും അച്ഛനും അമ്മയും നിന്നെ നോക്കി വീട്ടിൽ ഇരിപ്പുണ്ടെന്നും നിങ്ങളുടെ ഒരു കുഞ്ഞ് കാണാൻ വേണ്ടി അവരാണ് ആഗ്രഹിക്കുന്നതെന്നും ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങേണ്ട അവരാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഉപദേശമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ആലോചിക്കുമ്പോൾ അവരെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വലിയൊരു യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ പോലും ഇപ്പോൾ ആ കത്തിലെ വാക്കുകളാണ് എന്നെ കുത്തി നോക്കുന്നതെന്ന് അഞ്ജു പറയാണ്. സ്നേഹിക്കപ്പെട്ടവരാൽ അവഗണിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ ഒരു ജീവിതം ജീവിക്കാതിരിക്കുന്നതല്ലേ എന്നുള്ള ആ കത്തിലെ കുറിപ്പ് എന്നെ മാത്രമല്ല അപ്പൂനെയും വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട്. അവളിപ്പം ഈ വാക്കുകൾ ഓർത്തും നീറി നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ശിവൻ പറയുന്നുണ്ട് അവർക്കൊന്നും പറ്റിക്കാണുകയെന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജു പറയുന്നുണ്ട് അവർ വിഷമം കൊണ്ട്, കാരണം ചങ്ക് തകർന്നിട്ടായിരിക്കും ബാലേട്ടൻ ആ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരിക്കുക. ഇനി അവരെന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് എൻ്റെ പേടിയെന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ദൈവം നമ്മളെ കൈവിടത്തില്ല, എന്തൊക്കെയാണേലും ബാലേട്ടനും ദേവിയേട്ടനും തിരിച്ചു വരുമെന്ന് തന്നെ എൻ്റെ പ്രതീക്ഷ എന്നും ഞാൻ നാളെ സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാമെന്നും പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തൊക്കെയാണ് ബാലേട്ടനും ദേവിയേട്ടത്തിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് 3 ദിവസം മാത്രം ബാക്കിയുള്ള എപ്പിസോഡിൻ്റെ പ്രമോയ്ക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ബാലനും ദേവിയും മരിച്ചു എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയണം. ഇവരെ കണ്ടെത്താനുള്ള ഓട്ടത്തിനിടയ്ക്ക് പല സത്യങ്ങളും നമ്മുടെ ശിവനും ഹരിയും സ്വാതന്ത്ര്യത്തിലുള്ള എല്ലാവരും അറിയാണ്. പ്രത്യേകിച്ച് ദേവിയടുത്തേക്ക് കുഞ്ഞ് ഉണ്ടാകത്തില്ലെന്നാണ് ഇവരെല്ലാം കരുതിയത്. എന്നാൽ അനിയന്മാർക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചാണെന്നുള്ള സത്യവും അതോടൊപ്പം തന്നെ ഇവരുടെ അവസാന നാളുകളിലും കണ്ണനോടും ശിവനോടും എല്ലാവർക്കും വേണ്ടി ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞ് പൊട്ടിക്കരയുന്ന സ്വാതന്ത്ര്യം കുടുംബത്തെ നമുക്ക് കാണാൻ സാധിച്ചത്. എന്തൊക്കെയാണ് കണ്ടു തന്നെ ഇറങ്ങും വരും ദിവസങ്ങൾ. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൻ്റെ എല്ലാവരും എപ്പിസോഡ് പ്രൊമോ റിവ്യൂസും നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.